ഹായ് ഡിയേഴ്സ്, കപ്പയും മീനും ഇഷ്ടമില്ലാത്തവരാരാ? അപ്പോൾ നമുക്കിന്ന് കപ്പപ്പുഴുക്കും ചാളമീൻ കറിയും ഉണ്ടാക്കാം. അതിനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിടുക. അടുപ്പിലേക്ക് ഒരു കടായി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക്, ഒരു 10 മണി ഉലുവ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ട് ഒന്ന് വഴറ്റുക. അതിൻ്റെ പച്ചമണമെന്ന് മാറുമ്പോൾ ഒരു 8 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും ഒരു പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റണം. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുതായി ഒന്ന് അടുക്കി പിടിക്കും, കുഴപ്പമില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയാൽ മതി. അതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് മുരിഞ്ഞു വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മീൻ കറിക്ക് അധികം വെള്ളം ഒഴിക്കരുത്, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് അതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കണം. തിളച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇനി ഉപ്പും മുളകൊക്കെ പാകമാണെന്ന് നോക്കാം. മീൻ കഴിക്കാത്തവർക്കും ഇപ്പോൾ ടേസ്റ്റ് നോക്കാം, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി മൂടി വെച്ച് കഴിഞ്ഞാൽ എണ്ണയെല്ലാം തെളിഞ്ഞു വരും. ഇതിലേക്ക് ചാള അഥവാ മത്തി ഇട്ട് കൊടുത്ത് ഒന്ന് തവി വെച്ച് ഇളക്കുക. ഇപ്പം മാത്രമേ തവി വെച്ച് ഇളക്കാൻ പറ്റുകയുള്ളൂ. ഇതിന് ശേഷം ഇനി ചുറ്റിച്ച് കൊടുക്കാം നമുക്ക്. ഇനി അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കുക. നല്ല തിള വന്നിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാൻ മറക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ കറി റെഡിയായി എന്നാണ് അർത്ഥം. ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഞരടിയതും ഇട്ട് അടച്ച് വയ്ക്കാം. മീൻ കറി എപ്പോഴും കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കണം, എന്നാൽ മാത്രമേ ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി നമുക്ക് കപ്പ പുഴുങ്ങാം. കപ്പയുടെ മേലത്തെ ആ ബ്രൗൺ തൊലിയും ഉള്ളിലുള്ള പിങ്ക് തൊലിയും എടുത്ത് കളഞ്ഞ് നല്ലപോലെ കഴുകിയ ശേഷം നമുക്ക് കപ്പ മുറിച്ച് തുടങ്ങാം. കപ്പ ചെറിയ പീസായി വേണം മുറിക്കാൻ. കപ്പയുടെ ഇടയിൽ ആ വേര് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. കപ്പയെല്ലാം മുറിച്ച് ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. കുക്കറിലിടണം എന്നില്ല, നമ്മൾ തുറന്ന പാത്രത്തിലാണ് വേവിക്കുന്നത്. കുക്കർ അടച്ച് വെച്ച് വിസിൽ വെച്ചല്ല വേവിക്കുന്നത്, അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ. കപ്പ വേവാൻ വെച്ച ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് 1 പിടി തേങ്ങ, 2 വെളുത്തുള്ളി, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും 1 നുള്ളി ജീരകവും ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോകരുത്. ഇനി നമ്മുടെ കപ്പ വെന്തോ എന്ന് നോക്കാം. പെട്ടെന്ന് വേവുന്ന കപ്പയാണ് കപ്പപ്പുഴുക്കുണ്ടാക്കാൻ നല്ലത്, എന്നാൽ മാത്രമേ അതിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. കപ്പ വെന്തിട്ടില്ല. കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്നുകൂടെ ഒരു പീസ് എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. നല്ലപോലെ വെന്താൽ മാത്രമേ നമുക്ക് ഈ ഡിഷിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. കപ്പ ഒരുവിധം വെന്തിട്ടുണ്ട്, നല്ല ചൂടുണ്ട്, വെന്തിട്ടുണ്ട്. ഇതിൽ ഈ എക്സസ് ഉള്ള വെള്ളം മുഴുവൻ നമുക്ക് ഊറ്റിക്കളയാം. ഒരു കുറച്ച് വെള്ളം നമുക്ക് അതിനകത്ത് ബാക്കി വെക്കണം. അതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കണം. ഈ തേങ്ങ വേവാനാണ് ആ വെള്ളം വേണമെന്ന് പറഞ്ഞത്. കപ്പയിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കപ്പയിൽ ആദ്യം തന്നെ ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് വേവില്ല. കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. നമ്മുടെ തേങ്ങയുടെ പച്ചമണം എല്ലാം മാറിയ ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കപ്പനെ നല്ലപോലെ മാഷ് ചെയ്യാം. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, 2 വറ്റൽമുളക് പൊട്ടിച്ചത്, കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റുക. ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഉടച്ച കപ്പ ഇട്ട് കൊടുക്കാം. ചിലർക്ക് നല്ലപോലെ കപ്പ ഉടഞ്ഞിരിക്കണം. നമുക്കിവിടെ അധികം ഉടഞ്ഞു പോകാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അധികം ഉടച്ചിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കപ്പ ഉടച്ച ശേഷം വേണം ഇതിലേക്ക് മിക്സ് ചെയ്യാൻ. നല്ലപോലെ മിക്സ് ചെയ്യണം. കടുകും എണ്ണയും എല്ലാം ഇതിൽ ഉപ്പും എല്ലാം നല്ലതുപോലെ ഇതിലേക്ക് പിടിച്ച് വരണം. നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കപ്പ പുഴുങ്ങുമ്പോൾ ഒരല്പം മഞ്ഞളിടാം. ഇവിടെ വെള്ള കപ്പപ്പുഴുക്കിനോടാണ് പ്രിയം, അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾ ഇടാതിരുന്നത്. ഇതിലേക്ക് അല്പം മീൻകറിയും ഒഴിച്ച് കുഴച്ച് നമുക്ക് കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരയ്ക്കും. താങ്ക് യു ഡിയർ.